ഹായ്, ഐലൻഡ് ഫാമിൽ തന്നെയാണുള്ളത്. ഇന്ന് നമ്മളിവിടെ രണ്ടാമത്തെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഓൾഡ് ടയറുകളുണ്ട്, അതായത് കാറിൻ്റെ കുറേ ഓൾഡ് ടയറുകളുണ്ട്. അത് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ ഐഡിയ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ അത് കാറിൻ്റെ ഓൾഡ് ടയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 6 ടയർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള തറ, അതായത് നിലം നമ്മളൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്, കൊത്തിയിളക്കി ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടയറുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 5 ടയറുകൾ നമ്മൾ ഇതേപോലെ ആദ്യം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ടയറുകൾ നമ്മൾ വെച്ചു. ഇനി 6ാമത്തെ ടയർ നമ്മൾ അതിന് മുകളിലായിട്ട് നടുഭാഗത്ത് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 5 അടി പൊക്കത്തിലുള്ള ഒരു 8 ഇഞ്ച് PVC പൈപ്പ് എടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ടയറുകളുടെ നടുഭാഗത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ കുറച്ച് വേസ്റ്റ് കമ്പികൾ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഈ ടയറിൻ്റെ ഉൾഭാഗത്ത്, അതായത് നമ്മൾ അടിഭാഗത്ത് വെച്ച 5 ടയറിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ അടിച്ചിറക്കി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ടയർ തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പോൾ 5 ടയറുകൾക്ക് നമുക്ക് ആ കമ്പികൾ ഇതേപോലെ അടിച്ചിറക്കി ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ടയറുകളൊക്കെ സെറ്റ് ചെയ്തു. നടുഭാഗത്ത് നമ്മൾ PVC കൊടുത്തു. നമ്മൾ കമ്പി അടിച്ചിറക്കിയത് കൊണ്ട് നമ്മുടെ ടയർ തെന്നി നീങ്ങുന്ന പ്രശ്നം വരുന്നില്ല. ഇനി നമുക്ക് നടുഭാഗത്തെ PVC നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അടിഭാഗത്ത് കുറച്ച് കല്ലുകളൊക്കെ അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുകൾ ഇതേപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നടുഭാഗത്തെ ടയറിന് ഉള്ളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തു, PVC നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തി. ഇനി നമുക്ക് ചണച്ചാക്ക് എടുക്കുന്നുണ്ട്. ഒരു ചണച്ചാക്കിൻ്റെ പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് സിമെൻറ്റ് കലക്കി എടുത്തതിന് ശേഷം അതിൽ മുക്കി നമ്മൾ ഈ PVCയുടെ അടിഭാഗത്ത് നമ്മളത് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. PVCയുടെ അടിഭാഗത്ത് നിന്ന് ഒരു 2 അടി പൊക്കത്തിലാണ് നമ്മൾ ഈ ചണച്ചാക്ക് പൊതിഞ്ഞെടുക്കുന്നത്. ഇതേപോലെ പൊതിഞ്ഞ് നമുക്ക് മുകൾ ഭാഗത്ത് നമുക്ക് ഒരു കെട്ട് കമ്പി ഉപയോഗിച്ച് കെട്ടി ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് ചുറ്റുഭാഗം വെച്ച 5 ടയറിലും ഇതേപോലെ മണ്ണ് നിറച്ച് കൊടുക്കാം. അപ്പോൾ അത് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളം ചേർത്ത മണ്ണാണ് നിറച്ച് കൊടുക്കുന്നത്. ചകിരിച്ചോറ്, ചാണകപ്പൊടി, അങ്ങനെ അതൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ മിശ്രിതമാണ് നമ്മൾ ഈ 5 ടയറിലും നിറച്ചെടുക്കുന്നത്. അപ്പോൾ ആ ടയറുകളിലൊക്കെ നമ്മൾ മണ്ണ് നിറച്ചെടുത്തു. ഇനി നമുക്ക് നടുഭാഗത്ത് നമ്മൾ ചാക്ക് പൊതിഞ്ഞ ഭാഗം നമ്മൾ തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്ത്, അതായത് 3:1 എന്ന രീതിയിൽ എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചതിന് ശേഷം ഈ ചണച്ചാക്കിൻ്റെ ഭാഗം നമ്മൾ നന്നായിട്ട് തേച്ചെടുക്കുന്നുണ്ട്. അത് തേച്ച് മിനുക്കി നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊരു ഡിസൈൻ ചെയ്ത് തേച്ചെടുക്കുന്നുണ്ട്. ഒരു ലൈൻ വരുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ലൈൻ വരുന്ന രീതിയിൽ നമ്മൾ ഇത് തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 ദിവസം നന്നായിട്ട് നനച്ച് കൊടുക്കണം. അപ്പോൾ നനച്ച് അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഉരുളൻ കല്ലുകൾക്ക് കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പല കളറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മുകൾ ഭാഗത്തെ ടയറിന് മുകളിൽ നമ്മൾ ഇതേപോലെ അടുക്കി വെക്കുന്നുണ്ട്. കണ്ണുകളൊക്കെ വരച്ച കുറച്ച് ഉരുളൻ കല്ലുകളുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഇടക്കൊക്കെ കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ചെടികൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ 5 ടയറിലും നമുക്ക് ചെടികൾ വെക്കാം. അപ്പോൾ അത് അടിഭാഗത്ത് 5 ടയറിൽ നമ്മൾ ചെടികൾ വെച്ചു. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഇതേപോലെ ചെടി വെച്ച് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ വെക്കുന്നത് ഒരു കലത്തിന് പെയിന്റ് അടിച്ചതിന് ശേഷം അതിന് കണ്ണുകളൊക്കെ കൊടുത്ത് അതിൽ നമ്മൾ നന്നായിട്ട് ബൊക്കയായിട്ട് വളരുന്ന ചെടിയാണ് കൊടുത്തത്. ഇനി നമ്മൾ അടിഭാഗത്ത് ചെടികൾ വെച്ചതിന് ചുറ്റും നമ്മൾ ഇതേപോലെ കളറ് കല്ലുകൾ, അതായത് കളർ കൊടുത്ത ഉരുളൻ കല്ലുകൾ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഓൾഡ് ടയറുകൾ വെച്ചുകൊണ്ടുള്ള ഗാർഡൻ ഐഡിയ. അപ്പോൾ അതാ 6 ടയറുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ പെയിൻ്റൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നമ്മളൊരു കലത്തിന് പെയിൻ്റ് അടിച്ച് അതിന് കണ്ണുകളൊക്കെ കൊടുത്തിട്ട് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് ബൊക്ക ആയി വളരുന്ന ഒരു ചെടി കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെട്ടിക്കൊടുത്താൽ നന്നായിട്ട് ബൊക്കയായിട്ട് വളരും. അപ്പോൾ നമ്മുടെ ഓൾഡ് ടയറുകൾ വെച്ചുകൊണ്ടുള്ള ഈ ഐഡിയ, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.